മക്കളെ, സ്നേഹാവസ് ആണ്. വെക്കേഷൻ ഒക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതിൽ ഹിന്ദി ഇംപ്രൂവ് ആകാനുള്ള കുറച്ച് ടിപ്സും കൂടി നമുക്ക് പഠിച്ചാലോ. അക്ഷരമാല പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറേ മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ മിസ്സേ, ഇതൊക്കെ ചെയ്യാൻ, അതായത് ഹിന്ദി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് മിസ് പറഞ്ഞു തരാം. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഹിന്ദി പഠിക്കാം കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് അക്ഷരമാല പഠിച്ചിരിക്കുക എന്ന് പറയുന്നതാണ്. അതായത് അ ആ ഇ ഈ ഉ ഊ ക ഖ ഗ ഘ ങ എന്ന് പറയുന്ന അക്ഷരമാലകൾ നല്ല വൃത്തിയായിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവാം. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? ഈ അക്ഷരമാല നോക്കുക, കായും ആയും കൂടി ചേർന്നിട്ട് കാ എന്നായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള കുറച്ച് കുത്തുകളും പുള്ളികളൊക്കെ പഠിക്കാനുണ്ടല്ലേ. ക ക കി കി കുക്കു, ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 3 എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ക ല മ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് അല്ലേ. ക ല മ ചേർത്താൽ കലം ആയിട്ട് മാറും. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുക, അത് എഴുതി പഠിക്കുക, വായിക്കാൻ പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ വൊക്കാബുലറി നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യമാണ് അല്ലേ. അതായത് നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കുറച്ച് ടെക്സ്റ്റുകൾ, നമ്മൾ ഹിന്ദിയിൽ തന്നെ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരുപാട് മീനിങ്ങുകൾ തന്നിട്ടില്ലേ, അതങ്ങ് എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ വൊക്കാബുലറി നന്നായിട്ട്, ഹിന്ദിയിലെ നിങ്ങളുടെ വൊക്കാബുലറി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നതും. അതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ വരും വീഡിയോകളിൽ മിസ് ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അത് കൃത്യവും വ്യക്തവും ഒക്കെ ആയിട്ട് മക്കൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ നിങ്ങൾ സെറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ അടിപൊളിയായിട്ട് മാറാം. ഹിന്ദിയിൽ നന്നായിട്ട് എഴുതുവാനും സാധിക്കും. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.